ഹലോ ഗായ്സ്, ലവ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. ഇതിലോട്ട് ആവശ്യമായ സാധനങ്ങൾ: ഉള്ളി, തക്കാളി, മല്ലിയില, ചിക്കൻ. നമുക്കിപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളീനെ നല്ലോണം ഇളക്കി അത് വഴറ്റി നല്ലോണം ഉള്ളി വഴന്നതിന് ശേഷം നമുക്കിതിലോട്ട് അടുത്തതായിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉള്ളി നല്ലോണം വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളീനെ കൂടി ചേർത്ത് നമുക്കിതിനെ നല്ലോണം വഴറ്റിയെടുക്കാം. തക്കാളി നല്ലോണം വഴന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അടുത്തതായിട്ട് വേണ്ടത് മല്ലിയിലയാണ്. നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നല്ലോണം ഇളക്കി അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ മല്ലിയിലയുടെ ആ പച്ച ചുവ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവസാനം ചേർത്താലും മതിയാവും. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ ചേർത്തു. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു 100 ഗ്രാം ചിക്കൻ മസാല. അതിനുശേഷം നമുക്ക് ഈ പച്ചമണം എല്ലാം മാറി വന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിന് ഒന്നുകൂടി നല്ലോണം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ മസാലയെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമണം മാറുന്നിടം വരെ ഇതിനെ നല്ലോണം എണ്ണയ്ക്കകത്ത് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ആ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു ശകലം വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ വെള്ളം എല്ലായിടത്തും ഒന്ന് എത്തുന്നിടം വരെ. അന്നേരം അത് വേഗം അടുക്കി പിടിക്കാതിരുന്നോളും. അങ്ങനെ നമുക്ക് ഇവിടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ചിക്കനാണ്. നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനെല്ലാം നല്ലോണം മസാലയെല്ലാം ചിക്കനിൽ പിടിക്കുന്ന പോലെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്കത് വിസിലടിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 3 വിസിലടിച്ചിട്ടുണ്ട്. അതേ സമയത്ത് നമ്മളിവിടെ നമ്മുടെ ചോറും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ചോറും ചിക്കൻ കറിയും കൂട്ടി ചോറുണ്ണാം.